നമസ്കാരം. ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന സിനിമ നിരോധിക്കണമെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ്. സൗദിയിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയ സേവനം വിവരണാതീതമാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. അന്തരീക്ഷ മലിനീകരണം മൂലം അനുദിനം മരണമടയുന്നത് 100-ലേറെ കുട്ടികളെന്ന് യൂണിസെഫ്. മ്യാൻമറിലെ വ്യോമാക്രമണത്തിൽ മിൻഡാറ്റിലുള്ള കത്തോലിക്ക ദേവാലയം തകർന്നു. കാനഡയിലെ IPC 20ാമത് ഫാമിലി കോൺഫറൻസിന്റെ പ്രഥമ പ്രമോഷണൽ മീറ്റിംഗ്. മുനിയറ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18 മുതൽ. നെടുമ്പായ്ക്കുളത്ത് കുണ്ട്ര യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് സുവിശേഷ മഹായോഗം. കാഞ്ഞിരടുക്കത്ത് IPC കുറ്റിക്കോൽ സഭ ബൈബിൾ കൺവെൻഷൻ. യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന സിനിമ നിരോധിക്കണമെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ്. യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ മതത്തെയും തെറ്റായി ചിത്രീകരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സനാതനി കർമ്മ ഹി ധർമ്മ എന്ന ഓഡിയോ സിനിമ നിരോധിക്കണമെന്ന് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള ആവശ്യപ്പെട്ടു. മതങ്ങൾ തമ്മിൽ സ്പർദ്ധയും വൈരാഗ്യവും വളർത്താൻ മാത്രം ഉപകരിക്കുന്ന ഈ സിനിമയ്ക്ക് എങ്ങനെ പ്രദർശനാനുമതി ലഭിച്ചു എന്ന് അന്വേഷിക്കണമെന്നും, യേശു വ്യാജ ദൈവമാണെന്നും, യേശുവിന് 3 പെൺസുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെന്നും, നിരക്ഷരരായ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് യേശു ചെയ്തതെന്നും സിനിമയിൽ കാണിക്കുന്നുണ്ടെന്നും ഇത് അനുവദിക്കാൻ പാടില്ലെന്നും PCA കേരള സ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. സൗദിയിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സൗദി അറേബ്യയിൽ ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ സൗദികൾക്ക് കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ എന്ന ചോദ്യത്തിന് അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിയ സൗദി അറേബ്യ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇസ്രായേലുമായി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ നെതന്യാഹുവിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഗസ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയ സേവനം വിവരണാതീതമാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CB ആനന്ദബോസ്. ലോകത്തിനും ഭാരതത്തിനും ക്രൈസ്തവ സമൂഹം നൽകിയ സേവനം വിവരണാതീതമാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CB ആനന്ദബോസ് WCMC റീജിയണൽ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. വിദ്യാഭ്യാസത്തിന്റെയും ആതുര ശുശ്രൂഷയുടെയും മന്ന പൊഴിക്കുന്നവരാണ് ക്രിസ്ത്യാനികളെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അന്തരീക്ഷ മലിനീകരണം മൂലം അനുദിനം മരണമടയുന്നത് 100-ലേറെ കുട്ടികളെന്ന് യൂണിസെഫ്. അന്തരീക്ഷ മലിനീകരണം മൂലം ലോകത്ത് അനുദിനം 5 വയസ്സിൽ താഴെ പ്രായമുള്ള 100-ലേറെ കുട്ടികൾ മരണമടയുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. കിഴക്കേ ഏഷ്യയിലും പസഫിക് പ്രദേശങ്ങളിലുമാണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട ഈ മരണങ്ങളേറെയുമെന്ന് സംഘടന വെളിപ്പെടുത്തി. അനാരോഗ്യകരമായ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണമുള്ളിടങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളുടെ സംഖ്യ 50 കോടി വരുമെന്നും യൂണിസെഫ് പറയുന്നു. മ്യാൻമറിലെ വ്യോമാക്രമണത്തിൽ മിൻഡാറ്റിലുള്ള കത്തോലിക്ക ദേവാലയം തകർന്നു. മ്യാൻമർ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ചിൻ സംസ്ഥാനത്തിലെ മിൻഡാറ്റിലുള്ള തിരുഹൃദയ കത്തോലിക്ക ദേവാലയം തകർന്നു. ജനുവരി 25-ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച മിൻഡാറ്റ് രൂപതയുടെ കത്തീഡ്രലായി ഈ പള്ളിയെ ഉയർത്തിയിരുന്നു. ചിൻലാൻഡ് ഡിഫൻസ് ഫോഴ്സും മ്യാൻമർ സൈന്യവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ വേദിയായിരുന്നു മിൻഡാറ്റ്. ഫെബ്രുവരി 6-നാണ് കത്തീഡ്രലിൽ ബോംബ് സ്ഫോടനം നടന്നത്. കാനഡയിലെ IPC 20ാമത് ഫാമിലി കോൺഫറൻസിന്റെ പ്രഥമ പ്രമോഷണൽ മീറ്റിംഗ്. IPC 20ാമത് ഫാമിലി കോൺഫറൻസിന്റെ ഭാഗമായി മാർച്ച് 1-ന് ടൊറന്റോ കേരള ക്രിസ്ത്യൻ അസംബ്ലി ചർച്ചിൽ പ്രഥമ പ്രമോഷണൽ യോഗം നടക്കും. പാസ്റ്റർ ഷിബു തോമസ് പ്രസംഗിക്കും. കോൺഫറൻസ് ദേശീയ ഭാരവാഹികളായ പാസ്റ്റർ സാം വർഗീസ്, ഫിന്നി എബ്രഹാം മോനിസ് ജോർജ്, റോബിൻ ജോൺ, സൂസൻ ജോൺസൺ തുടങ്ങിയവർ കുടുംബ സംഗമത്തിന്റെ ഇതുവരെയുള്ള ക്രമീകരണ പുരോഗതികൾ വിശദീകരിക്കും. പാസ്റ്റർ ABK ബെൻ, സംസ്ഥാന പ്രതിനിധികളായ റോയ് ഫിലിപ്പ്, ടിജോ തോമസ് എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകും. മുനിയറ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18 മുതൽ. ഫെയ്ത്ത് ഗോസ്പൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ 24ാമത് മുനിയറ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18, 19, 20 തീയതികളിൽ വൈകിട്ട് 5:30 മുതൽ 9:30 വരെ മുനിയറ അംഗൻവാടിക്ക് സമീപം നടക്കും. പാസ്റ്റർ ഷാജി ഇടുക്കി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. മിഷൻ പ്രസിഡന്റ് പാസ്റ്റർ ജെയ്മോൻ CJ അധ്യക്ഷത വഹിക്കും. പാസ്റ്റർമാരായ പ്രിൻസ് തോമസ് റാന്നി, സജു ചാത്തന്നൂർ, അനീഷ് കാവാലം എന്നിവർ പ്രസംഗിക്കും. മുനിയറ ഫെയ്ത്ത് ഗോസ്പൽ സിംഗേഴ്സ് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. നെടുമ്പായ്ക്കുളത്ത് കുണ്ട്ര യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് സുവിശേഷ മഹായോഗം. നെടുമ്പായ്ക്കുളം മാമ്പറ്റ ബദേൽ ഗ്രൗണ്ടിൽ ഫെബ്രുവരി 18, 19 തീയതികളിൽ സുവിശേഷ മഹായോഗം നടക്കും. കുണ്ട്ര യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യോഗം പാസ്റ്റർ ജോർജ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ഷിബു K. മാത്യു, റവറന്റ് KJ മാത്യു, റവറന്റ് വർഗീസ് മാത്യു എന്നിവർ പ്രസംഗിക്കും. കാഞ്ഞിരടുക്കത്ത് IPC കുറ്റിക്കോൽ സഭ ബൈബിൾ കൺവെൻഷൻ.
IPC കുറ്റിക്കോൾ സഭയുടെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി 18-19 തീയതികളിൽ കുറ്റിക്കോൾ സഭയിൽ ബൈബിൾ കൺവെൻഷൻ നടക്കും. പാസ്റ്റർ ജോയ് ഗീവർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പ്രസംഗിക്കും. ആൽഫ കോറസ് കാസർഗോഡ് ഗാന ശുശ്രൂഷ നിർവഹിക്കും. യേശുക്രിസ്തുവിനെ അധിക്ഷേപിക്കുന്ന സിനിമ നിരോധിക്കണമെന്ന് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റ്. സൗദിയിൽ പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ലോകത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയ സേവനം വിവരണാതീതമാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. അന്തരീക്ഷ മലിനീകരണം മൂലം അനുദിനം മരണമടയുന്നത് 100-ലേറെ കുട്ടികളെന്ന് യുണിസെഫ്. മ്യാൻമറിലെ വ്യോമാക്രമണത്തിൽ മിൻഡാറ്റിലുള്ള കത്തോലിക്ക ദേവാലയം തകർന്നു. കാനഡയിലെ IPC 20ാമത് ഫാമിലി കോൺഫറൻസിന്റെ പ്രഥമ പ്രമോഷണൽ മീറ്റിംഗ്. മുനിയറ ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 18 മുതൽ. നെടുമ്പായ്ക്കുളത്ത് കുണ്ട്ര യുണൈറ്റഡ് പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് സുവിശേഷ മഹായോഗം. കാഞ്ഞിരടുക്കത്ത് IPC കുറ്റിക്കോൾ സഭ ബൈബിൾ കൺവെൻഷൻ. ഈ ആഴ്ചയിലെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.